നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു കറിയായിട്ട് തുടങ്ങാം കേട്ടോ. ചേമ്പും താളുകറി. നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഇലവർഗ്ഗങ്ങൾ 10 ഇല മാസം എന്നൊക്കെ പറയുന്നത് കേൾക്കാം ചിലർ കേട്ടോ. 10 ഇലകൾ ഒന്നിച്ച് ഉണ്ടാക്കി കഴിക്കുക. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു മാസമാണ് ഈ കർക്കിടക മാസം. പണ്ടൊക്കെ പഞ്ഞക്കർക്കിടകം കള്ളക്കർക്കിടകം എന്നൊക്കെ പറയും. ഇപ്പം അതൊന്നുമില്ലയെന്ന് എനിക്ക് തോന്നണേ കേട്ടോ. ഇപ്പം ആർക്കും പഞ്ഞൊന്നുമില്ല. ദൈവം സഹായിച്ച് അരിയെങ്കിലും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പട്ടിണി കിടക്കാതെ എല്ലാവരും ജീവിക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഇലക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലതരം ഇലകൾ എന്ന് വെച്ചാൽ ചൊറിയങ്കണ്ണത്തിൻ്റെ ഇല വരെ കഴിക്കാം. അത്രയ്ക്ക് ഹെൽത്തിയായ ഇലകളൊക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ നമ്മളാരും അതൊന്നും എടുത്ത് കഴിക്കുന്നുമില്ല. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ കർക്കിടക മാസത്തിൽ ഒരു താളുകറി ഉണ്ടാക്കാമെന്ന്. താളുകറി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ശീമച്ചേമ്പിൻ്റെ താളട്ടോ, നമ്മൾ പുഴുങ്ങി തിന്നുന്ന ചേമ്പ്. പിന്നെ പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ പറമ്പിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൻ്റെ അധികം മൂക്കാത്ത താളെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഈ വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടിയതായിരിക്കും. നിങ്ങൾ എന്നോട് സഹകരിക്കണം. ഇത്തിരി ലെങ്ത്തുള്ള വീഡിയോ ഇട്ടാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ നീ ചെയ്യണം കേട്ടോ. വലിയ വീഡിയോ ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ നിങ്ങളധികം ബോറടിപ്പിക്കാതെ ഞാൻ പോയിക്കോളാം. അപ്പോൾ ഈ ചേമ്പന്താൾ നമ്മളിതിൻ്റെ പുറത്തുള്ള പച്ചത്തോലങ്ങ് കളയുക. അത് നമുക്ക് ഈസിയാണ്. മുരിങ്ങക്കോല് നന്നാക്കണ പോലെ അങ്ങ് നന്നാക്കാവുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ചേമ്പിൻ്റെ ഇലയുണ്ടല്ലോ, വളരെയധികം ഗുണമുള്ളതാണ്. നമുക്ക് ഇത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പി ചെയ്യാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് താളെടുത്ത് വെച്ചു. അധികം മുക്കാത്ത താൾ വേണം. താളിന് നല്ല ദാരിദ്ര്യമാണ് ചേമ്പിനൊക്കെ. ഞാൻ ചാക്കിനകത്ത് വെച്ചേക്കുന്ന ഒരു 2 കടയുണ്ട്. അതിൽ നിന്നാണ് ഈ താളെടുത്തേക്കണേ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ. അപ്പോൾ അത് നന്നാക്കിയിട്ട് കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. ചിലർ വട്ടം ചെറുതായിട്ടൊക്കെ അരിയാറുണ്ട് കേട്ടോ. ഞങ്ങളെപ്പോഴും മീനും താളും വയ്ക്കും, പരിപ്പും താളും വയ്ക്കും, മോരിട്ട് വയ്ക്കും. അങ്ങനെ പല രീതിയിലും താളുകറി നാടൻ പ്രദേശത്തൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഞങ്ങളിങ്ങനെ കുറച്ച് നീളത്തിലാണ് ഇത് അരിയുന്നത്. അപ്പോൾ അത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് നമുക്കത് കടിക്കാനൊക്കെ. അപ്പോൾ അത് നന്നാക്കി നമുക്ക് ഇതേപോലെ മുറിച്ച് ഒരു അധികം വണ്ണമുള്ളതാണെങ്കിൽ ഒരു 6 കഷ്ണമാക്കാം, അല്ലെങ്കിൽ 4ആക്കി മുറിച്ചിട്ട് ഇടാം. അപ്പോൾ അത് നന്നായിട്ട് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കടിക്കാൻ പോലും ഉണ്ടാവില്ല, താളല്ലേ. അപ്പോൾ ഞാനതൊക്കെ നന്നാക്കി മുറിച്ച് അരിഞ്ഞ് വെച്ചു കേട്ടോ. ഇനി നമുക്കിത് നന്നായി കഴുകി, ഇത് ചൊറിയൊന്നുമില്ല കേട്ടോ. ചിലർ എണ്ണയൊക്കെ തേച്ച് കഴുകണ കാണാം, ചേമ്പ് നന്നാക്കണ കാണാം. ഈ ചേമ്പിന് ചൊറിച്ചിലൊന്നുമില്ല. നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വയ്ക്കാം. പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ സങ്കടം, വെളിച്ചെണ്ണ ഒഴിക്കൽ. ഈ വെളിച്ചെണ്ണേൻ്റെ വില കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. എപ്പോഴെങ്കിലും ഉണ്ടാക്കി തിന്നുന്ന ഒരു കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇത്തിരി ടേസ്റ്റിനൊക്കെ തിന്നാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ അധികം ഒഴിച്ചു. നിങ്ങൾ വിചാരിക്കും ഈ വെളിച്ചെണ്ണേൻ്റെ വിലയ്ക്ക് എന്തോരാണെന്നല്ലേ. പിന്നെയുള്ളത് കൊച്ചുള്ളിയാണ്, ചുവന്നുള്ളിക്ക് നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമാണെന്നറിയാലോ. അപ്പം ഞാനതൊരു 10-20 എണ്ണം പൊളിച്ചിട്ടുണ്ട് കേട്ടോ. മുറിക്കൊന്നും വേണ്ട, അത് മുഴുവനെ അങ്ങോട്ട് പൊളിച്ച് നന്നാക്കി കഴുകി വൃത്തിയാക്കി ഇട്ടാൽ മതി. ഇനി അതൊന്ന് വാടിക്കഴിയുമ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് എരിവുള്ള, ഇതിനധികം മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റ്. അപ്പോൾ നല്ലൊരു മണവും വന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി, അധികമില്ല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറണയിടം വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കണേ. ചട്ടിക്ക് കട്ടിയുള്ളതാകുമ്പോൾ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന താള അതിനകത്തിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ താളികറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റായിരിക്കും കേട്ടോ ഈ കറി. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, എന്നോടൊന്ന് പറയണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ കേട്ടോ.
നല്ല നാരുള്ള നല്ല ഹെൽത്തിയായ ഒരു താളാണിത്. നിങ്ങളാരും കളയാതെ എവിടെ കിട്ടിയാലും താള് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചോ. ഏത് രീതിയിലും താള് കറി ഉണ്ടാക്കി തിന്നാം. തോരനായിട്ടും കറിയായിട്ടും ഒക്കെ തിന്നാൻ പറ്റുന്നൊരു സാധനമാണ് താള്. ഒട്ടും ചൊറിയില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇത്തിരി പുളി ചേർത്തിട്ട്, വാളംപുളി ചേർത്തിട്ട് ഇത് പുളി ചൊറിച്ചിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. പിന്നെ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും താള് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പെട്ടെന്ന് വേവുമല്ലോ താള്. അപ്പോൾ ഇനി അതൊന്ന് നമുക്ക് നോക്കാം. ഇതപ്പോൾ നന്നായിട്ട് വെന്ത് കണ്ടോ. ചട്ടി നിറച്ചും താളുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ അടിയിൽ ഇത്തിരി നല്ല മണം തന്നെയുണ്ട്. അടിപൊളി കറിയായിരിക്കും കേട്ടോ അത്. ഇനി ഇതിനകത്തേക്ക് 2 സാധനം ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഒന്നുമില്ല, നല്ല ഒരു വലിയൊരു കയ്യിൽ തേങ്ങയും പിന്നെ ഒരു കയ്യിൽ തൈരും. അത് കറണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തേങ്ങ അരച്ച് വെച്ചു. തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള് ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണേ. ഇനി ഞാൻ അരച്ച് വെച്ച തേങ്ങയും അതിനകത്തേക്ക് നല്ല കട്ട തൈര്, അധികം പുളിയില്ല എന്നാൽ ആവശ്യത്തിന് പുളിയുള്ള 1 ടേബിൾ സ്പൂൺ കയ്യിൽ തൈരും കൂടി ചേർത്ത് അടിച്ച് വെച്ചതാണ് ഇനി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമുക്ക് തരുന്ന ഒരു സംഭവം. കുറച്ച് തേങ്ങ മതി, അതേപോലെ തൈരും. നല്ല വലിയ പുളി ഉണ്ടാവില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്താ മണം എന്നറിയാമോ? അപ്പോൾ തന്നെ നമ്മൾ ഇത്തിരി മിക്സിയും കൂടെ കഴുകി ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത്ര അങ്ങനെ ഒരു പാകത്തിനായിരിക്കും കേട്ടോ ഈ കറി, ഒരു പെരളൻ പോലെ. ഇനി ഇതിനകത്തേക്ക് ഒരു താളിപ്പും കൂടെ ഉണ്ട്. അധികം തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ട് ചൂടായാൽ മതി. തേങ്ങയും തൈര് ഒഴിച്ചതിൻ്റെ ശേഷം ഏത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റും. അതേപോലെ നല്ല ഫൈബറുള്ള ഒരു കറിയായിരിക്കും ഇത് താള് കേട്ടോ. അപ്പോൾ ഇനി താളിക്കാം. ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്. ഗ്യാസ് പുറത്ത് കൊണ്ടല്ലേ നിങ്ങൾ കാണുമ്പോൾ. ഇനി നിങ്ങൾ അതെന്നെ പറയല്ലേ, കാരണം ചെറിയ പാത്രം ആയതുകൊണ്ട് അങ്ങനെ പറ്റുള്ളൂ. വലിയ പാത്രമാണെങ്കിൽ പിന്നെ അത് കഴുകണ്ടേന്ന് ഓർത്ത് ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ കടുക് പൊട്ടിക്കണം കേട്ടോ. ചട്ടി ചൂടായി കഴിയുമ്പോൾ കടുകിടുക. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഭയങ്കര ഞെട്ടലാട്ടോ, സത്യം പറയാമല്ലോ. തിന്നുമ്പോൾ പിന്നെ തിന്നാനില്ലാത്തപ്പോൾ ചമ്മന്തി കൂട്ടാമെന്ന് ഞാൻ പറയും എപ്പോഴും ഈ വെളിച്ചെണ്ണേൻ്റെ കഥ പറയുമ്പോൾ. ഇനി കടുക് പൊട്ടിക്കഴിയുക. അത് കഴിയുമ്പോൾ ഒരു 3 വറ്റൽമുളക് ഇടുക. ഇത്തിരി കരിവേപ്പില ഇടണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ താള് കറി അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അധികം സാധനങ്ങളൊന്നും വേണ്ട, അധികം കഷ്ടപ്പാടുമില്ല, എന്നാൽ നല്ല ടേസ്റ്റിയായ ഒരു കറി. നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കൊക്കെ ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ നിങ്ങളെല്ലാവരും സന്തോഷവും സമാധാനമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Bye.